പൊങ്കാലയിടൽ, ഏറിൽ കയറ്റൽ എന്നിവയുടെ സാമ്പത്തികവൽക്കരിക്കപ്പെട്ട രൂപം. അബദ്ധങ്ങൾ പറ്റുന്നവരെ ട്രോൾ ചെയ്യുന്നതായിരുന്നു മുൻപ് സാമൂഹിക മാധ്യമങ്ങളുടെ ശീലം. ഇപ്പോൾ അത് വെറുപ്പ് സമ്പാദിക്കൽ, സ്വയം പരിഹാസപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കണ്ടന്റുകൾ നിർമ്മിക്കൽ എന്നിവയായി മാറിയിരിക്കുന്നു. ഇവരെയൊക്കെ ആര് പടച്ചുവിടുന്നു എന്ന് കമന്റ് ഇടാൻ തക്ക രീതിയിൽ വീഡിയോ നിർമ്മിക്കുക ഒരു കലയും സാംസ്കാരികവും ആവുകയാണ്. റേജ് ബൈറ്റ്, പൊന്നും വിലയുള്ള പ്രകോപനങ്ങൾ. ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് റേജ് ബൈറ്റ് ആണ്. വായനക്കാരനെ അല്ലെങ്കിൽ പ്രേക്ഷകനെ പ്രകോപിച്ച് അവരിൽ അനിയന്ത്രിതമായി ദേഷ്യമുളവാക്കി അതുവഴി കമന്റുകളും ഷെയറുകളും നേടി ലാഭം കൊയ്യുന്നതിന് പറയുന്ന വാക്ക്. മനുഷ്യരുടെ പ്രകോപിതരാകാനുള്ള സാധ്യതയെ കാശാക്കി മാറ്റുന്ന പരിപാടി. പൊങ്കാലയിടൽ, ഏറിൽ കയറ്റൽ എന്നിവയുടെ സാമ്പത്തികവൽക്കരിക്കപ്പെട്ട രൂപം. ചുരുക്കത്തിൽ നമ്മുടെ സൈബർ ഇടപെടലുകളെ നിയന്ത്രിക്കുന്ന പ്രധാന വികാരമായി രോഷം മാറിയിരിക്കുന്നു. ഭാഷാപരമായ കൗതുകത്തെക്കാൾ ഉപരി ഈ വാക്ക് ആഗോളതലത്തിൽ സോഷ്യൽ മീഡിയ ഉപഭോഗത്തിൽ വന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം സമകാലിക മനുഷ്യന്റെ ആത്മീയവും സാമൂഹികവുമായ ഈ ദുർബലപ്പെടൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അബദ്ധങ്ങൾ പറ്റുന്നവരെ ട്രോൾ ചെയ്യുന്നതായിരുന്നു മുൻപ് സാമൂഹിക മാധ്യമങ്ങളുടെ ശീലം. ഇപ്പോൾ അത് വെറുപ്പ് സമ്പാദിക്കൽ, സ്വയം പരിഹാസപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കണ്ടന്റുകൾ നിർമ്മിക്കൽ എന്നിവയായി മാറിയിരിക്കുന്നു. സ്നേഹം സമ്പാദിക്കുക, പ്രശസ്തി സമ്പാദിക്കുക എന്ന പരമ്പരാഗത ശൈലികൾ കീഴിന്മേൽ മറിച്ച് രോഷം, വെറുപ്പ് സമ്പാദിച്ച് അത് ജീവനോപാധിയാക്കുന്ന കാഴ്ചയാണ്. സ്നേഹത്തിനോ സത്യത്തിനോ ശുദ്ധരസങ്ങൾക്കോ കലകൾക്കോ പുതിയ കാല അൽഗോരിതങ്ങളിൽ എൻഗേജ്മെന്റ് വാല്യൂ, റിയാക്ഷൻ സൃഷ്ടിക്കാനുള്ള കഴിവ് കുറവാണ്. സ്നേഹത്തെക്കാൾ വെറുപ്പിന്, പ്രകോപനത്തിന് പൊന്നും വിലയുള്ള ഒരു സംസ്കാരം. സ്വയം അപഹാസ്യരാകുക എന്നതും ഒരു അതിജീവന തന്ത്രമായി മാറിയിരിക്കുന്നു. കുടുംബ പ്രേക്ഷകരുടെ പരമ്പരാഗത മത, ധാർമ്മിക, സദാചാര മൂല്യങ്ങളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ശൈലികൾ, സംഭാഷണങ്ങൾ, വസ്ത്രധാരണങ്ങൾ എന്നിവ അവലംബിക്കുന്ന കണ്ടന്റുകൾ റേജ് ബൈറ്റിന്റെ മറ്റൊരു രൂപമാണ്. ഇവരെയൊക്കെ ആര് പടച്ചുവിടുന്നു എന്ന് കമന്റ് ഇടാൻ തക്ക രീതിയിൽ വീഡിയോ നിർമ്മിക്കുക ഒരു കലയും സാംസ്കാരികവും ആവുകയാണ്. ഇത്തരം വീഡിയോ ഇറക്കുന്നവർ മാത്രമല്ല, അതിനോട് പ്രതികരിക്കുന്ന റോസ്റ്റർ വീഡിയോകൾ കൂടി അടങ്ങുന്നതാണ് ഈ ആവാസ വ്യവസ്ഥ. ഒരാൾ ബോധപൂർവം പറയുന്ന മണ്ടത്തരം മറ്റൊരാൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ആവുന്നു. ഫലത്തിൽ രണ്ടുപേരും രോഷത്തെ വിറ്റ് കാശാക്കുകയാണ്. ഇത് തിരിച്ചറിയുന്നതും ഡിജിറ്റൽ സാക്ഷരതയാണ്. കേരളത്തിലെ റേജ് ബൈറ്റിന്റെ ഏറ്റവും വലിയ ഇരകളും വേട്ടക്കാരും രൂപപ്പെടുന്നത് ലിംഗരാഷ്ട്രീയത്തിലാണ്. സ്ത്രീ ശാക്തീകരണത്തെയും പുരോഗമന ആശയങ്ങളെയും പ്രകോപനപരമായി തള്ളിപ്പറയുന്ന ആന്റിവോക്ക് കണ്ടന്റുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തുന്ന പോസ്റ്റുകളും റീലുകളും ബോധപൂർവം നിർമ്മിക്കപ്പെടുന്നു. അതിനെ എതിർക്കാൻ വരുന്നവരുടെ വ്യൂ കൂടി നിർമ്മാതാക്കൾ ഉന്നമിടുന്നുണ്ട് എന്ന് സാരം. പക്ഷേ ഫലത്തിൽ ഇത് ഓൺലൈൻ ആൺപെൺ ചേരിതിരിവ് രൂക്ഷമാകുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ വിങ്ങുകൾ വസ്തുതകളേക്കാൾ വികാരത്തിന് മുൻതൂക്കം നൽകുന്ന ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നതിന് റേജ് ബൈറ്റിന്റെ വേറൊരു രൂപമാണ്. എന്നിട്ട് കമന്റ് ബോക്സുകളിൽ ചേരിതിരിവിന്റെ യുദ്ധസമ്മാന സാഹചര്യം ഉണ്ടാക്കി തങ്ങളുടെ ആശയങ്ങൾക്ക്, പോസ്റ്റുകൾക്ക് റീച്ച് വർദ്ധിപ്പിക്കുക. മാധ്യമങ്ങളും എഴുത്തുകാരും ഇതിൽ ഒട്ടും പിന്നിലല്ല. മനുഷ്യന്റെ സാമാന്യ ബോധത്തെ ഹൈജാക്ക് ചെയ്ത് അവനെ വെറും ഒരു വികാരജീവി മാത്രമാക്കി മാറ്റുന്ന അൽഗോരിതങ്ങളുടെ പുതിയ കാല തടവറകൾ കാണുകയാണ് നമ്മൾ. നിരീക്ഷിക്കാതെ കേൾക്കുന്നവരും ചിന്തിക്കാതെ സംസാരിക്കുന്നവരും അവധാനതയില്ലാതെ പ്രകോപിതരാകുന്നവരും ആകാൻ വെമ്പൽ കൊള്ളുന്നവർ. മതയിടങ്ങളും റേജ് ബൈറ്റിന് സ്വീകാര്യതയുണ്ട്. വിശ്വാസികളെ പ്രകോപിതരാക്കി അവരിൽ മതവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് പുതിയ തന്ത്രം. അതിന് മറ്റു മതങ്ങളെ, സമുദായങ്ങളെ, അവരുടെ സംസ്കാരങ്ങളെ ഇകഴ്ത്തുന്നതാവാം. അർദ്ധസത്യങ്ങൾ പ്രചരിച്ച് ഭയം ഉളവാക്കുന്നതാവാം. തോൽപ്പിക്കപ്പെടേണ്ട അപരനെ സൃഷ്ടിച്ച് നേടിയെടുക്കേണ്ട ദൈവത്തെയും സ്വർഗത്തെയും ഓർമ്മിപ്പിക്കുന്നതാവാം. സൈബർ ഇടങ്ങളിൽ വഴികൾ പലതാണ്. സ്നേഹം തന്നെയായ യേശുവിനെ ഏത് വിധേനയും പ്രഘോഷിക്കാൻ ശ്രമിക്കുന്നവർ. ദേഷ്യവും രോഷവും സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുമോ? ചുരുക്കത്തിൽ രോഷത്തിന്റെയും പ്രകോപനത്തിന്റെയും സ്വാഭാവികവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത്. ഓൺലൈൻ അധിക്ഷേപങ്ങൾ അതിസാധാരണമാകുന്നു. നമ്മുടെ ഈഗോയും കപട സദാചാര ബോധവും നിരന്തരം പൊട്ടിയൊലിക്കുന്നു. ബലത്തിൽ മനുഷ്യനിൽ അവശേഷിക്കുന്ന സഹാനുഭൂതിയെ ഇത് വറ്റിക്കുന്നു. ഇവിടെ വസ്തുതകളെക്കാൾ വൈകാരികമായി ആളിക്കത്തിക്കുന്ന നുണകൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്നു. ഇത് പുതിയ തരം ഭാഷാ സംസ്കാരങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. വിർച്വൽ പൊതുവിടങ്ങളിൽ അടുത്തിടെയുള്ള നമ്മുടെ കമന്റുകളും അഭിപ്രായ അവതരണങ്ങളും നിരീക്ഷിച്ചാൽ അത് നമുക്ക് ബോധ്യമാകും.
മനസ്സിനെ നിരന്തരം സന്ദർശങ്ങളിൽ നിലനിർത്തേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. റേജ് ബൈറ്റ് തിരിച്ചറിയുകയും അവഗണിക്കുകയും ചെയ്യേണ്ടത് ഡിജിറ്റൽ സാക്ഷരതയുടെ അടുത്ത പടിയാണ്.